ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത്, പുഴുങ്ങിയ മുട്ട, മീറ്റ് മസാല, സവാള അരിഞ്ഞത്. ആദ്യം മുട്ട നമ്മൾ അരിഞ്ഞെടുക്കുവാണ്. അതിൻ്റെ മഞ്ഞ സെപ്പറേറ്റും വെള്ള സെപ്പറേറ്റും ആയിട്ടാണ് എടുക്കുന്നത്. വെള്ളയാണ് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നത്. മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ 2 മുട്ടയ്ക്ക് ഒരു എരിവിനനുസരിച്ച് 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് സവോളയൊന്ന് വഴറ്റിയെടുക്കാം. ഒരു സവോള അരിഞ്ഞത്, അതിന് കൂട്ടത്തിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞതും കൂടി വഴറ്റിയെടുക്കാം. നമുക്ക് മുട്ടയുടെ വെള്ള അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ്, നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. എഗ് പൗഡർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇപ്പം നമുക്ക് ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, പൊടിയായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കൂടി പോകരുത്, അല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്ത് വയ്ക്കുക. ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. കൊടുത്തി മുട്ടയുടെ യെല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ, അതും കൂടി നമുക്ക് ഈ മാവിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ വിരലുകളിലൊന്നും പറ്റാണ്ടിരിക്കും, മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി അതിനെ നമുക്ക് ചെറിയ ബൗൾസാക്കി ഉരുട്ടിയെടുക്കാം. കയ്യിൽ എണ്ണ തേച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് വലിച്ചെടുക്കാൻ. നമ്മുടെ ഗ്രേവി റെഡിയായ ഇട്ടിരിപ്പുണ്ട്. ആ ഗ്രേവി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ ബൗൾസിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു മുട്ടയുടെ ആകൃതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു നല്ല ആകൃതിയിൽ കിട്ടും. ഒരു ചെറിയ എഗ് പോലെ തന്നെ ഫീൽ ചെയ്യാം നമുക്കത്. എല്ലാ ഗ്രേവിയും നമുക്കിങ്ങനെ നിറച്ചെടുക്കാം. ഇത് നമുക്ക് എണ്ണ ചൂടായിട്ട്, എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ്, എണ്ണ ചൂടായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, വറുത്തെടുക്കുക. 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 2 സൈഡ് വെന്ത് കിട്ടും. ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു നല്ല പലഹാരമാണ്. എല്ലാവരും